നിവി ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. വൈഷ്ണവ ഗംഭരന്ന് പോയി. അവൾ എത്ര നന്നായാണ് അഭിനയിക്കുന്നത്. അച്ഛൻ്റെ മുന്നിൽ ഇത്രയും നേരം വിഷമിച്ചിരുന്നവൾ അച്ഛനെ ബോധിപ്പിക്കാൻ വേണ്ടി സന്തോഷിക്കുവാണല്ലോ. അപ്പോഴേക്കും വൈഷ്ണവിൻ്റെ കൂട്ടുകാരൻ അങ്ങോട്ട് വന്നു. ദൂരെ നിന്ന് കണ്ടുകൊണ്ട് തന്നെ വൈഷ്ണവ് കൂട്ടുകാരൻ്റെ വണ്ടിയിൽ കയറിപ്പോയി. വൈഷ്ണവ് പോകാൻ കാത്തിരിക്കുകയായിരുന്നു. എന്ന പോലെ ശാരദ അലയ്ക്കാൻ തുടങ്ങി. എടി ഉരുമ്പൊട്ടവളെ, നീ ഇവിടെ നിന്ന് ആരും ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞില്ല ഇറങ്ങിപ്പോയത്. പിന്നെ ഇതിനെ വലിഞ്ഞു കയറി വന്നത്. അവിടെ നിന്നെ അടിച്ചിറക്കിയോ? ശാരദേ, അലറണ്ട. കല്യാണം കഴിഞ്ഞ് ആദ്യം ഇരട്ടല്ലേ വരുന്നത്, അത് ഒറ്റയ്ക്ക്. ഇവളവിടെ എന്തോ ഒപ്പിച്ചിട്ടുള്ള വരവാ. എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇറങ്ങിക്കോണം ഇവിടെ നിന്ന്. നിവിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ശാരദ, മതി. ദേ ഇപ്പം ഇറങ്ങിക്കോണം ഇവിടെ നിന്ന്. ഉള്ള കാര്യം പറയുന്നു കേട്ടല്ലോ. അപ്പോഴേക്കും ഒരു കാർ വളരെ വേഗം തന്നെ മുറ്റത്ത് വന്നു. സഡൻ ബ്രേക്ക് ഇട്ട് നിന്നു. എല്ലാവരും ഒന്ന് അമ്പരന്ന് നോക്കി. വളരെ ദേഷ്യത്തോടെ കാറിൽ നിന്നും ഇറങ്ങുന്ന ധ്രുവിനെ കണ്ട് എല്ലാവരും അന്താളിച്ചു പോയി. നിവിയാകെ വിയർക്കാൻ തുടങ്ങി. ചുവന്നിരിക്കുന്നവൻ്റെ മുഖം കണ്ടാലറിയാം ദേഷ്യം പിടിച്ചു നിൽക്കുവാണെന്നും. മുന്നിൽ നിൽക്കുന്ന ധ്രുവിനെ കാണും തോറും നിവിയാകെ പേടിക്കുന്നുണ്ടായിരുന്നു. ധ്രുവ് മുന്നിട്ടേക്ക് നടന്നു വന്നു. ബ്ലാക്ക് ഷർട്ടും ജീൻസുമാണ് വേഷം. നിവി മാധവിൻ്റെ പുറകിലേക്ക് നിന്നു. മോന് വന്നു. നിവ പറഞ്ഞത് മോൻ തിരക്കാണെന്നാ. തിരക്കായിരുന്നു, പക്ഷേ എൻ്റെ ഭാര്യ വരുമ്പോൾ, അതും ആദ്യമായി വരുമ്പോൾ ഞാനും വരുന്നാണല്ലോ മര്യാദ. അവൻ ഗൗരവത്തോടെ തന്നെ പറഞ്ഞു. വന്ന കാലിൽ തന്നെ നിൽക്കാതെ അകത്തേക്ക് വാ മോനെ. ധ്രുവ് അപ്പോഴും ഗൗരവത്തിൽ തന്നെയായിരുന്നു. ധ്രുവിനെ നോക്കാൻ വയ്യെന്ന പോലെ നിവി തലകുനിച്ചു നിന്നു. ധ്രുവ് അവരുടെ പുറകെ അകത്തേക്ക് പോയി. നിവി വേഗം പോയി റൂമൊക്കെ വൃത്തിയാക്കി. എന്തിനാ വന്നേ? ഞാൻ കാണാതിരിക്കാൻ വേണ്ടി, സമാധാനം ഒന്ന് കരഞ്ഞു തീർക്കാൻ വേണ്ടിയല്ലേ അവിടെ നൊളിച്ചൂടി ഇങ്ങ് വന്നത്. എന്തിനാ വന്നേ? കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഓരോ ജോലികൾക്കിടയിലും ധ്രുവ് ഹാളിൽ മാധവനോട് എന്തൊക്കെയോ പറഞ്ഞിരുന്നു. നിവി കുറച്ച് കഴിഞ്ഞാണ് ഓർത്തത് ധ്രുവിനൊരു ഗ്ലാസ് വെള്ളം പോലും ശാരദ കൊടുക്കില്ലെന്ന്. അവൾ വേഗം ജോലി ഒതുക്കി താഴേക്ക് വന്നു. ധ്രുവിനെ അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. സംശയത്തോടെ അവൾ മാധവനെ നോക്കി. മോനൊരു കൂള് വന്നു, പുറത്തേക്ക് പോയി. നിവി വേഗം അടുക്കളയിൽ കയറി ചായ ഇട്ടു. അതുമായി ഹാളിൽ വന്നപ്പോഴേക്കും ധ്രുവ് ഹാളിലുണ്ടായിരുന്നു. അപ്പോഴും ഗൗരവം മാത്രം. അവൾ ചായ അവന് നേരെ നീട്ടി. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കാതെ തന്നെ അത് വേടിച്ചു. ധ്രുവ് ശരിക്കും ആരോടൊന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. മാധവൻ വല്ലതും ചോദിക്കുന്നുണ്ടെ മാത്രം മറുപടി. വൈഷ്ണവ് വന്നപ്പോൾ ധ്രുവ് ഇരിക്കുന്നത് കണ്ടു. എപ്പോൾ വന്നു? ധ്രുവ് ദക്ഷ്. ധ്രുവ് അവനെ നോക്കാതെ തന്നെ പറഞ്ഞു. കുറച്ചു നേരമായിട്ടുള്ളൂ. വൈഷ്ണവിന് പിന്നെ ഒന്നും ചോദിക്കാൻ തോന്നിയില്ല. കാരണം ധ്രുവിന് അവനോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് മനസ്സിലായി. നിവേദ്യ എന്നാ മടങ്ങുന്നത്? അത് പിന്നെ ഞായറാഴ്ച അമ്മയുടെ ആണ്ട, അത് കഴിഞ്ഞ് വരും. അതായത് 2 ദിവസം അല്ലേ? ധ്രുവ അപ്പോഴും അവളുടെ മുഖത്ത് നോക്കുന്നുണ്ടായിരുന്നില്ല. നിവിക്കാകെ കൂടി വിഷമമായി. ധ്രുവ എഴുന്നേറ്റു. ഞാൻ പോകുവാണ്. തിരിച്ച് വൈഷ്ണവ് കൊണ്ടാക്കുമോ അതോ? ഞാൻ കൊണ്ടാക്കാം ധ്രുവദക്ഷ്. ധ്രുവ അവൻ്റെ പേഴ്സ് എടുത്തു അവളുടെ കയ്യിൽ കൊടുത്തു. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ നിന്നും ചിലവാക്കണം. പിന്നെ നിനക്കുള്ള ഫുഡ് അതിവിടെ നിന്ന് കഴിക്കണ്ട. ഫുഡ് പുറത്തുനിന്ന് കൊണ്ടുവരും, അത് കഴിക്കണം. എല്ലാം കഴിഞ്ഞ് തിങ്കൾ തന്നെ അങ്ങെത്തണം. ഫോൺ എന്ന് പറയുന്ന സാധനം കമ്മ്യൂണിക്കേഷൻ ഉള്ളതാണ്, അല്ലാതെ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാനുള്ളതെല്ലാം. മനസ്സിലാവും നിവേദ്യ? അവൻ ഗൗരവത്തോടെ തന്നെ ചോദിച്ചു. അവൾ യാന്ത്രികമായി തലയാട്ടി. ഞാൻ എൻ്റെ ഭാര്യ ഇവിടെ നിർത്തിയിട്ട് പോകുന്നത് മനസ്സില്ല മനസ്സോടെയാണ്. അതോ അവളുടെ അമ്മയുടെ കാര്യമായോണ്ട് മാത്രം. ആരെങ്കിലും കാരണം അവൾക്ക് എന്തേലും വിഷമം ഉണ്ടായാ അവളുടെ കണ്ണ് നിറഞ്ഞ അറിയാലോ ഞാൻ ഒരു വരവ് വരും. ധ്രുവ അത്രമാത്രം പറഞ്ഞ് നിവി ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഇറങ്ങിപ്പോയി. പക്ഷെ തിരിഞ്ഞ് നടക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. ഞാനും കൂടെ വരുന്നെന്ന് അവൾ പറയുന്നത് അവൻ അറിയാതെ മോഹിച്ചു. കൂടെ പോകാൻ മനസ്സ് വെമ്പുന്നുണ്ടെങ്കിലും അവൻ പോകുന്നത് അവൾ നിറക്കണ്ണുകളോട് നോക്കി നിന്നു. ശാരദയും മക്കളും നിവിയെ കുശുമ്പോടെ നോക്കി നിന്നു. നിവി ഒന്ന് ദീർഘനിശ്വാസമിട്ട് റൂമിലേക്ക് പോയി. ഫോൺ ഓണാക്കിയപ്പോഴാണ് കുറേയേറെ മിസ്ഡ് കോൾ മെസ്സേജുകൾ ഫോണിൽ നിറഞ്ഞു കിടക്കുന്നത് കണ്ടത്. വീട്ടിൽ നിന്ന് എല്ലാവരും വിളിച്ചിട്ടുണ്ട്. എല്ലാവരോടും വിളിച്ചു. നിവി എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. എല്ലാവർക്കും പരിഭവമായിരുന്നു. പറയാതെ പോകുന്നതിൽ
രാത്രി ഉറക്കം ഉണ്ടായിരുന്നില്ല. മനസ്സിൽ മുഴുവൻ ധ്രുവായിരുന്നു. പറിച്ചു മാറ്റാൻ പറ്റാത്ത ആയത്തിൽ പതിഞ്ഞു പോയിരിക്കുന്നു. പിറ്റേ ദിവസം ഉറക്കക്ഷീണം നന്നായി മുഖത്തുണ്ടായിരുന്നു. രാവിലെ തന്നെ അവൾക്ക് ആവശ്യമുള്ള ആഹാരം ഒരു ചെറുപ്പക്കാരൻ കൊണ്ടുകൊടുത്തിരുന്നു. വൈഷ്ണവിന് അത് കാണുമ്പോൾ വളരെ വിഷമമായിരുന്നു. പക്ഷെ അവനത് അറിയിക്കുന്നുണ്ടെന്ന് നിവിക്ക് തോന്നി. അതെ, ശരിയാണ്, ഈ വീട്ടിൽ ആരും ഒന്നും എൻ്റേതല്ല, വന്ന കാര്യം നടത്തുക, അതാണ് ലക്ഷ്യം. നിവി വൈഷ്ണവിൻ്റെ റൂമിലേക്ക് ചെന്നു. കട്ടിലിൽ കണ്ണിൽ കൈവച്ച് കിടക്കുകയായിരുന്നു വൈഷ്ണവ്. നിവി ഒന്ന് വെറുതെ കതകിൽ മുട്ടി. വൈഷ്ണവ് കണ്ണിൽ നിന്നും കൈയെടുത്തു. അവൾ മിഴിച്ചു നോക്കി. എനിക്കൊന്നും സംസാരിക്കണമായിരുന്നു. വൈഷ്ണവിൻ്റെ കണ്ണുകൾ വിടർന്നു. എന്താ മോളെ, കുറച്ച് സീരിയസാ? അവൾ ഗൗരവത്തോടെ തന്നെ പറഞ്ഞു. ഒന്ന് പുറത്തു നടക്കാൻ കൂടെ വരാൻ പറ്റുമോ? വൈഷ്ണവ് കേൾക്കാൻ കാത്തുന്ന പോലെ വേഗം ഷർട്ടിട്ടു പുറത്തേക്കിറങ്ങി. അവൾക്കൊപ്പം വൈഷ്ണവും നിവിയും വെറുതെ പാടത്തിലൂടെ നടന്നു. കുറച്ചേറെ നടന്നെങ്കിലും മൗനമായിരുന്നു. നിവി ഒരു സ്കൈ ബ്ലൂ അംബ്രല്ല കുർത്തിയാണ് ഇട്ടിരുന്നത്. തലമുടി പോണിറ്റൈൻ മോഡൽ കെട്ടിയിട്ടുണ്ട്. ഒരു കുഞ്ഞ് ഡയമണ്ട് സ്റ്റഡ്, താലിയും മാലയും, കാലിൽ പാദസരം, കയ്യിലൊരു ബ്രേസ്ലെറ്റുമുണ്ട്. വൈഷ്ണവളെ നന്നായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും ഭംഗി തൻ്റെ അനുജത്തിക്കുണ്ടായിരുന്നു എന്നവൻ ചിന്തിച്ചു പോയിരുന്നു. നല്ലൊരു ഡ്രസ്സ് അല്ലെങ്കിൽ ആഭരണങ്ങൾ ഒന്നും അവൾ ഇതുവരെ ഇട്ട് കണ്ടിട്ടില്ല. കല്യാണ ദിവസം മാത്രമാണ് അവൾ ഒരുങ്ങി കണ്ടിട്ടുള്ളത്. അവനോട് തന്നെ വെറുപ്പ് തോന്നിപ്പോയി. നിവി ആൽത്തറയുടെ മുകളിൽ കയറിയിരുന്നു. വൈഷ്ണവ് അവൾക്കൊപ്പം ഇരുന്നു. എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞത് വേറൊന്നുമല്ല, ഞാൻ ജീവിതത്തിൽ ആദ്യമായി ഒരു കാര്യം ആവശ്യപ്പെടുക, ചെയ്തു തരാൻ പറ്റൂ? വൈഷ്ണവ് അവളെ നെറ്റിച്ചൊളിച്ച് നോക്കി. എനിക്കറിയാം സ്വാർത്ഥതയാണെന്ന്, പക്ഷെ എൻ്റെ ഒരു ആഗ്രഹം പറയുന്ന എന്താ മോളെ? അത് മുന്നേ ഞാനൊരു ആലോചനയായിട്ട് വന്നത്. അതായത് ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ? വൈഷ്ണവാകിയോ നമ്പരെന്ന് പോയി. ഉണ്ടെങ്കിൽ പറയണം, എങ്കിൽ ഞാൻ ആലോചന ഇപ്പോഴും വേണ്ടെന്ന് വയ്ക്കും. ആലോചനയോ? ആദ്യം പറയും, ആരെങ്കിലും എന്തെങ്കിലും റിലേഷനാണോ? വൈഷ്ണവ് ഒന്ന് പുഞ്ചിരിച്ചു. ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. അതെന്താ? അറിയിക്കാത്തത് ആഗ്രഹിക്കാൻ പാടില്ലെന്നല്ലേ? ഒരാളെ ഇഷ്ടമായിരുന്നു പണ്ട്. ആരത് പറയാൻ പറ്റൂ? അത് പണ്ട് മോൾ എനിക്ക് ഇഷ്ടമല്ലായിരുന്നല്ലോ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട കൊച്ചിന് മോളായിരുന്നു എന്നേക്കാൾ ഇഷ്ടം. അതെനിക്ക് ദേഷ്യമായി, വാശിയായി. അവളോട് ഒരുപാട് വട്ടം പറഞ്ഞതാ ഞാൻ നിന്റെ പുറകെ നടക്കരുതെന്ന്. അവൾ കേട്ടില്ല. നിന്റെ പുറകെ നടന്നു, നിനക്ക് വേണ്ടി എൻ്റെ കൂടെ തല്ലുണ്ടാക്കി. പക്ഷെ ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ അവളോട് എന്തോ അന്നത്തേക്കാൾ സ്നേഹം കൂടുവാണ്. പക്ഷേ ഇപ്പം അവളോട് സ്നേഹവും ബഹുമാനവുമാണ്. എനിക്ക് വേണ്ടതും ഇതാണ്. എൻ്റെ ദക്ഷിയെ കല്യാണം കഴിക്കണം, അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. നിവി കൈകൂപ്പി തന്നെ പറഞ്ഞു. വൈഷ്ണവെന്തോ അവളുടെ മുന്നിൽ ചെറുതായി പോകുന്ന പോലെ തോന്നിയവന് നിറ കണ്ണുകളോടെ അവൻ്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നു. മോളെ, ഞാൻ അവളുടെ വീട്ടുകാർക്ക് എന്നെ ഇഷ്ടമാകില്ല. എല്ലാവർക്കും ഇഷ്ടമാണ്. അവരൊക്കെ സ്നേഹിക്കാൻ മാത്രം അറിയുന്നവരാ. പൈസയേക്കാൾ സ്നേഹത്തിന് വില തരുന്നവർ. അവരെ സ്നേഹിച്ച അവർ നമ്മളെ അതിലുപരി സ്നേഹിക്കും. മോളെ, അത് ശരിയാകില്ല. ആകും, ഇതെൻ്റെ അപേക്ഷ. വൈഷ്ണവാകെ എന്ത് പറയണമെന്നറിയാതെ കുഴങ്ങി. പക്ഷെ അതിനേക്കാൾ അവൻ ശ്രദ്ധിച്ചത് ഇത്രയും സംസാരിക്കുമ്പോൾ ഒരിക്കൽ പോലും നിവിയേട്ട എന്നൊരു വിളി അറിയാതെ പോലും വിളിച്ചില്ല. നിവിക്ക് അവിടെ നിൽക്കുന്നത് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. ശാരദയും മക്കളും പലതവണ പോരെടുക്കാൻ വന്നപ്പോഴും നിവി തന്നെ അല്ലെന്ന മട്ടിൽ നിന്നു. പിന്നെ എപ്പോഴും വൈഷ്ണവ് വീട്ടിൽ കാണും. അതുകൊണ്ട് തന്നെ അവർക്കധികം ഒന്നും അവളെ പറയാനും സാധിച്ചില്ല. ദിവസവും പ്രിയയും മഹാദേവനെ അവളെ വിളിച്ച് സംസാരിക്കും. ദക്ഷയോട് സംസാരിക്കെങ്കിലും അവൾ അധികം മിണ്ടുമായിരുന്നില്ല. ധ്രുവ് പിന്നെ അവളെ വിളിച്ചിട്ടില്ല. പലവട്ടം മനസ്സവളെ വിളിക്കാൻ പറഞ്ഞെങ്കിലും കാത്തുവിൻ്റെ മുഖം ഓർക്കുമ്പോൾ അവളുടെ വിഷമം മനഃപൂർവ്വം അവളിൽ ഒതുക്കി നേറി. ധ്രുവ് വിളിക്കാതായപ്പോൾ കാത്തു പറഞ്ഞത് അവൾ ഓർത്തു. അവളെ കാണണം, മിണ്ടണമെന്ന ആഗ്രഹം അവനുണ്ടായിരുന്നെങ്കിൽ അവൻ എപ്പോഴും വിളിക്കുമായിരുന്നു എന്നവൾ സ്വയം ഓർത്തു. ആണ്ടിൻ്റെ കർമ്മങ്ങൾ വളരെ മനോഹരമായി തന്നെ ചെയ്തു. തിങ്കളാഴ്ച അവൾ പോകാനായി എല്ലാം പാക്ക് ചെയ്തു. മാധവനോട് യാത്ര പറഞ്ഞു. വൈഷ്ണവിനൊപ്പം അവൾ ഇറങ്ങി. അവിടെ ഉള്ളപ്പോൾ മാധവനോട് മാത്രം അവൾ എന്തോലും മിണ്ടുമായിരുന്നു. അതും ചോദിച്ചതിനുള്ള ഉത്തരം അല്ലാതെ ആരോടുമില്ല. വൈഷ്ണവിനൊപ്പം ബൈക്കിൽ കയറി അവൾ മാധവനോട് കൈവീശി. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു.
വിഷ്ണുവിനൊപ്പം ഏറെ നേരത്തെ യാത്രയ്ക്കൊടുവിൽ അവർ സ്ഥലത്തെത്തി. സെക്യൂരിറ്റി ഗേറ്റ് തുറക്കുമ്പോഴും അവളുടെ നെഞ്ച് ശക്തമായി ഇടിച്ചു. അവനൊപ്പം ബൈക്കിൽ നിന്നും ഇറങ്ങി അവൾ അകത്തേക്ക് നടന്നു. അകത്തേക്ക് കയറുന്ന മുന്നേ നിവി വൈഷ്ണവിനെയും അകത്തേക്ക് വിളിച്ചിരുന്നു. അവൻ മടിച്ചു അകത്തേക്ക് കയറി. നിവിയെ കണ്ടതും ശ്രീദേവി അമ്മ ഓടി വന്ന് അവളെ വാരി പുണർന്നു. പ്രിയയും മഹാദേവനുമെല്ലാം അവളെ പുണരാനും നെറ്റിയിൽ ഉമ്മ വയ്ക്കാനും തുടങ്ങി. ദക്ഷി എന്തോ മാറി നിന്നു. ദക്ഷിക്ക് അവളുടെ മുഖത്ത് നോക്കാൻ തന്നെ മടി തോന്നി. കാത്തുവിനെ നോക്കി നിവി മനോഹരമായി പുഞ്ചിരിച്ചു. ധ്രുവിനെ അവിടെ കണ്ടില്ല. അതിൻ്റെ വേദന തോന്നിയെങ്കിലും പുറത്ത് കാണിച്ചില്ല. നിവി പുറത്തെ വാതിലേക്ക് നോക്കിയപ്പോഴാണ് എല്ലാവരും വൈഷ്ണവിനെ കണ്ടത്. അവരെല്ലാവരും മിഴിച്ചു നോക്കി നിന്നു. ഞാൻ എല്ലാവരോടും ഒരാലോചനയായി വന്നതാണ്. മഹാദേവൻ നെറ്റി ചുളിച്ചു. എല്ലാവർക്കും അറിയാലോ, ഇതിൻ്റെ സഹോദരൻ വൈഷ്ണവ് ഇവിടെ തന്നെയാണ് ജോലി. ഒരു ഫ്ലാറ്റുണ്ട്, അതിലിവിടെ താമസം. പിന്നെ ആദ്യം എന്നെ ഇഷ്ടമായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. എന്നെ ഒരുപാട് ഇഷ്ടം. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ ഒരുപാട് ആൾ മാറി. ഒരുപാട് ദക്ഷിക്കാളിന് ഇഷ്ടമാണ്. അതെല്ലാവർക്കും അറിയാമെന്നറിയാം. ആൾക്ക് ദക്ഷ ഇഷ്ടമാണ്. ദക്ഷിയാകെ അമ്പരന്ന് പോയി. മഹാദേവനെ പ്രിയ അവളെ നെറ്റിച്ചുളിച്ച് നോക്കി. സത്യമാണ്, ഞാൻ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചല്ല. എൻ്റെ അമ്മ സത്യം. ആൾക്ക് ദക്ഷ ഇഷ്ടമാണ്. എല്ലാവരുടെയും മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. ദക്ഷിയുടെ പ്രണയത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാമായിരുന്നു. ദക്ഷി വൈഷ്ണവിനെ നോക്കി. അവനൊന്ന് മനോഹരമായി പുഞ്ചിരിച്ചു. ഞാൻ ഇറങ്ങട്ടെ, നിങ്ങളെന്തെന്ന് വെച്ചാൽ തീരുമാനിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇറങ്ങട്ടെ. വൈഷ്ണവ്, തീരുമാനിക്കാനൊന്നുമില്ല. ഞങ്ങൾ അതേക്കുറിച്ച് തിരക്കിയെന്നു എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. പിന്നെ നിവിമോളോടുള്ള നീരസം മാത്രമായിരുന്നു പ്രശ്നം. ഇപ്പോൾ അതും മാറി. ഞങ്ങളുടെ നിവിമോളോട് സ്നേഹമാണ്. ഇപ്പോൾ അതിൽ കൂടുതലൊന്നും ഞങ്ങൾക്ക് വേണ്ട. ധ്രുവിനോട് കൂടെ സംസാരിച്ചിട്ട് ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ വിളിച്ചറിയിക്കാം. വൈഷ്ണവ് എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ, യാത്രാക്ഷീണുണ്ട്. മോള് പോയി ഫ്രഷ് ആയിട്ട് വാ. നിവി റൂമിലേക്ക് പോയി ഫ്രഷായി. അപ്പോഴേക്കും കാത്ത് റൂമിലേക്ക് വന്നിരുന്നു. നിവി അവളെ നോക്കി പുഞ്ചിരിച്ചു. വിഷമിക്കേണ്ട, സ്ഥിരതാമസത്തിന് വന്നതല്ല കേട്ടു. പോകും. എങ്ങോട്ട് പോകും? എൻ്റെ ധ്രുവിനെ തന്നാൽ മതി. ഇവിടെ നിന്നു. വീട്ടിലാർക്കും ഇഷ്ടമല്ലല്ലോ. ഇന്നലെ ദക്ഷിയെല്ലാം പറഞ്ഞു. വീട്ടിലേക്കൊന്നും പോയില്ല. ഇവിടെ പഠിക്കുന്നിടത്തൊരു ഹോസ്റ്റലുണ്ട്, അവിടെ നിൽക്കും. പിന്നെ എന്തെങ്കിലും പാർട്ട് ടൈം ജോലി നോക്കും. തൽക്കാലം വീട്ടിലിവിടെ നിൽക്കാൻ പ്ലാനില്ല. ഐ എം സോറി. ഞാൻ കാരണം. പക്ഷെ ധ്രുവില്ലാതെ എനിക്ക് പറ്റില്ല. അത് സാരില്ല. എനിക്കാരോടൊരു പരിഭവമില്ല. കാത്തു ചെല്ല്, ഞാൻ ഒന്ന് കിടന്നോട്ടെ. കാത്ത് റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കണ്ടത് മുന്നിൽ നിൽക്കുന്ന ധ്രുവയെ. അവൾക്കാകെ എന്ത് ചെയ്യണമെന്നറിയില്ല. അവൻ വല്ലതും കേട്ടൊന്നും അറിയില്ല. എങ്കിൽ താൻ ഇത്രയും നേരം കരഞ്ഞ് അഭിനയിച്ചതൊക്കെ കുളമാകുമെന്ന് ഓർത്തു. ധ്രുവ അവളെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് നിന്നു. കാത്തു വേഗം നോട്ടം മാറ്റി അവിടെ നിന്നും മുന്നോട്ട് നടന്നു. കാത്തു ആത്മാ ഒന്നും കേട്ടിട്ടില്ലെന്നാ തോന്നുന്നേ. കേട്ടിരുന്ന എപ്പോഴെന്നെ കൊന്നേനെ. ധ്രുവ അകത്ത് കയറിയപ്പോൾ നിവി ബുക്ക് വായിക്കാൻ എടുക്കുകയായിരുന്നു. ധ്രുവ വന്നത് നിവി കണ്ടില്ല. ധ്രുവ വേഗം അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. അവളൊന്ന് അമ്പരന്ന് നോക്കി. ചുവന്നിരിക്കുന്ന കണ്ണുകൾ, കഴുത്തിലെ ഞരമ്പുകൾ, വലിഞ്ഞു മുറുകിയിരിക്കുന്ന കണ്ണുകളിൽ ഉറങ്ങാത്ത ക്ഷീണവും. അവൻ്റെ കത്തുന്ന നോട്ടത്തിനു മുന്നിൽ അവൾ വിറയ്ക്കാൻ തുടങ്ങി. നിവിയാകെ പേടിച്ചു നിന്നു പോയി. ധ്രുവ് അവളുടെ കണ്ണിൽ തന്നെ നോക്കി നിന്നു. നിവിയുടെ മുഖം കുനിഞ്ഞു പോയിരുന്നു. നീ ആരോട് ചോദിച്ചിട്ടാ പോയത്? നിവി മൗനമായി തന്നെ നിന്നു. ഡീം! അവൻ്റെ അലർച്ചയിൽ അവളൊന്ന് ഞെട്ടി. ആരോട് ചോദിച്ചിട്ടാ നീ ഇവിടെ നിന്ന് പോയതെന്ന് അവൻ ഉറക്കെയാണ് ചോദിച്ചത്. നിവിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. നിവേദ്യ, അത് പിന്നെ ഞാൻ. ധ്രുവിന് നല്ല ദേഷ്യം വന്നു. ധ്രുവ് അവളുടെ തോളിൽ പിടിച്ചിറക്കി. അവൻ്റെ ബലിഷ്ഠമായ കരങ്ങൾ അവളെ ഒരുപാട് വേദനിപ്പിച്ചു. അവളുടെ കണ്ണുകൾ അനുസരണയില്ലാതെ ഒഴുകി. അവളുടെ മൗനം കണ്ണീരും കാണും തോറും ധ്രുവിന് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി. ധ്രുവ് ദേഷ്യത്തോടെ തന്നെ അവളുടെ താടിയിൽ കുത്തിപ്പിടിച്ചു. അവൻ്റെ മുഖം അവളുടെ മുഖത്തേക്ക് അടുപ്പിച്ചു. അവൻ്റെ കണ്ണുകൾ ചുവന്നിരുന്നു. നിവി പേടിയോടെ അവനെ നോക്കി. അവളുടെ ഭാവങ്ങൾ മാറി തുടങ്ങുകയായിരുന്നു. നിവിയുടെ കണ്ണുകൾ നിറഞ്ഞു തൂകി. അവളുടെ മനസ്സ് മറ്റെങ്ങോണ്ടോ യാത്രയായി. നിവി കണ്ണുകൾ മുറുകെ അടച്ചു. കൈ കോപ്പി, എന്നൊന്ന് ചെയ്യല്ലേ പ്ലീസ്, എന്നെ വിട്ടേക്ക്, എന്നൊന്ന് ചെയ്യല്ലേ.
അവളുടെ ഏങ്ങലടികൾ കേട്ടപ്പോഴാണ് ധ്രുവിന് തന്നെ സ്വയബോധം വന്നത്. ധ്രുവ് വേഗം അവളുടെ താടിയിൽ നിന്നും കൈയെടുത്തു. നിൽക്കാൻ ബലമില്ലെന്ന പോലെ നിവി കണ്ണുകൾ ഇറുകി അടച്ചു. കൈകൾ കൂപ്പി തറയിലിരുന്നു. ധ്രുവാകെ സ്തംഭിച്ചു നിന്നു പോയി. എന്നൊന്ന് ചെയ്യൽ, എന്നെ വിട്, എന്നൊന്ന് ചെയ്യൽ, ഞാൻ എന്നെ വിട്. അവൾ തറയിലിരുന്ന് ഓരോന്ന് പുലമ്പിക്കൊണ്ടിരുന്നു. ധ്രുവ് അവളുടെ അടുത്തിരുന്നു. അവന് സ്വയം ദേഷ്യവും വെറുപ്പും തോന്നിപ്പോയി. തൻ്റെ മുന്നിൽ കൈകൂപ്പിരുന്നു കരയുന്നവളെ കാണുമ്പോൾ അവന് തലപുകയെന്ന പോലെ തോന്നി. ധ്രുവ് അവളുടെ അടുത്തിരുന്നു. അവളുടെ കയ്യിൽ കൂട്ടിപ്പിടിച്ചു ആശ്വസിപ്പിക്കാൻ തുടങ്ങി. നിവി നോക്ക് നോക്ക്, ഞാൻ ഒന്നും ചെയ്യില്ല നിവി. നിവി അവളുടെ കൈകൾ അവളിൽ നിന്നും അടർത്തി മാറ്റാൻ ശ്രമിച്ചു.